മുഖവാക്ക്. ഇസ്ലാമിയ കോളേജുകൾ വിളിക്കുന്നു. പി. മുജീബ് റഹ്മാൻ, അമീർ, ജമാഅത്തെ ഇസ്ലാമി കേരള. വ്യക്തിയെയും സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ ഗൗരവത്തിലെടുക്കുകയും സക്രിയമായി ഇടപെട്ടു പോരുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. നിലവിലുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയോടും അതിൻ്റെ ആശയാടിത്തറകളോടും മൗലികവും ദാർശനികവുമായ വിയോജിപ്പുകൾ ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. അതോടൊപ്പം അവയുടെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് ഒരു ആദർശ സമൂഹമെന്ന നിലയിൽ നാം പ്രതിനിധാനം ചെയ്യുന്ന ആശയാടിത്തറകളിൽ മൂല്യവത്തായ സമൂഹ നിർമ്മിതി സാധ്യമാകുന്ന വിധം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്ന ക്രിയാത്മക സമീപനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം സ്വീകരിക്കുന്നത്. പ്രാഥമിക തലം മുതൽ കോളേജ് തലം വരെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഇങ്ങനെയാണ് നാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെയും ജീവിത രീതികളെയും ശരിയായ വിധത്തിൽ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് എല്ലാ കാലത്തും പ്രസ്ഥാനം സ്വീകരിച്ച പ്രഥമമായ പ്രവർത്തന പദ്ധതി. മുസ്ലിം സമുദായത്തെ ഇസ്ലാമിന്റെ വക്താക്കളായ മാതൃകാ സമൂഹവും കർമ്മസാക്ഷികളുമാക്കി മാറ്റുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ മർമ്മപ്രധാനമായ ദൗത്യം മുസ്ലിങ്ങളുടെ സാമൂഹിക ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, നേതൃശേഷി വളർത്തിയെടുക്കണം. മറ്റു സമൂഹങ്ങൾ ഇസ്ലാമിൽ നിന്ന് മുഖം തിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് സമൂഹത്തിന്റെ ദീനീപരവും ധാർമ്മികവുമായ പോരായ്മകളും സാമൂഹികമായ അവരുടെ പിന്നാക്കാവസ്ഥയുമാണ്. അതിനാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും അനിവാര്യമാണ്. ഈ മൂന്ന് ദൗത്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് തുടക്കം മുതൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വലിയ പ്രാധാന്യം നൽകിയത്. ഐതിഹ്യങ്ങളെ വരെ അടിസ്ഥാനമാക്കി പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയവും ജെൻഡർ ന്യൂട്രൽ സമൂഹത്തെ സൃഷ്ടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ലിബറൽ വിദ്യാഭ്യാസ നയവും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നുണ്ട്. പല കാരണങ്ങളാൽ അപരവൽക്കരിക്കപ്പെട്ട പിന്നാക്ക വിഭാഗമെന്ന നിലയിലും ഈ കാലയളവിൽ നമ്മുടെ മുഖ്യ ശ്രദ്ധയും പരിഗണനയും വിദ്യാഭ്യാസ മേഖലയിലേക്ക് തിരിയേണ്ടതുണ്ട്. വൈജ്ഞാനിക മികവിൽ ഒട്ടും പിറകിലാവാതെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോടും ആരോഗ്യകരമായി സഹവർത്തിക്കുന്ന, എന്നാൽ ഇസ്ലാമിക സംസ്കൃതി ഉയർത്തിപ്പിടിക്കുന്ന തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനത്തിലൂടെ ഇസ്ലാമിക പ്രസ്ഥാനം ലക്ഷ്യമിടുന്നത്. സാമൂഹിക ദൗത്യനിർവഹണത്തിൽ നേതൃപരമായ പങ്ക് നിർവഹിക്കാൻ നൈപുണിയുള്ള തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്ലാമിയ കോളേജുകളെ നാം വിഭാവന ചെയ്തത്. ചരിത്ര വിജയം എന്ന് അടയാളപ്പെടുത്താവുന്ന വിധം ആ ദൗത്യം ഇസ്ലാമിയ കോളേജുകൾ നിർവഹിക്കുകയും ചെയ്തു. കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മീഡിയ, മാനേജ്മെന്റ് മേഖലകളിലൊക്കെയും സ്വാധീന ശക്തിയാകും വിധം പ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ഇസ്ലാമിയ കോളേജുകൾ വഴിയൊരുക്കി. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ബഹുതലങ്ങളിൽ ഇന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയവരാണ്. പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്നതിലും അവർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കാലത്തിന്റെ ആവശ്യമനുസരിച്ച് ഇസ്ലാമിയ കോളേജുകളും വലിയ മാറ്റത്തിന് വിധേയമാവുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കരുത്തും കാതലുമാവുക എന്നതുതന്നെയാണ് അവക്ക് തുടർന്നും നിർവഹിക്കാനുള്ള ദൗത്യം. കാലം ആവശ്യപ്പെടുന്ന വൈജ്ഞാനികവും സാങ്കേതികവുമായ മികവ് ഉറപ്പുവരുത്തി ആദർശ പ്രതിബദ്ധതയും ആത്മാഭിമാനവുമുള്ള ഇസ്ലാമിക പ്രബോധകരും നേതാക്കളുമായ വ്യക്തിത്വങ്ങളെ കേരളത്തിന്റെ വിവിധ തലങ്ങളിൽ ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. അതിന് സന്നദ്ധതയുള്ള വിദ്യാർത്ഥികളെ ഈ സ്ഥാപനങ്ങൾ മാടി വിളിക്കുന്നുണ്ട്. പുതിയ അധ്യയന വർഷത്തെ ഈ ഗൗരവബോധത്തോടെ വേണം നാം സമീപിക്കാൻ. നമ്മുടെ മക്കളെയും നാട്ടിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമുള്ള 10ാം തരവും ഹയർ സെക്കൻഡറിയും പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെയും ഇസ്ലാമിയ കോളേജുകളിൽ എത്തിക്കുന്ന വിഷയത്തിൽ നമുക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. അവരുടെ പഠനച്ചെലവുകൾ വഹിക്കാൻ കഴിയുന്നവർ അങ്ങനെ, അല്ലാത്തവർക്ക് നമുക്ക് വഴി കാണാം. ഒരിടത്തുനിന്ന് ഒരു വിദ്യാർത്ഥി ഇസ്ലാമിയ കോളേജിലെത്തുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് കരുത്തുള്ള ഒരു വിത്ത് ഇസ്ലാമിക പ്രസ്ഥാനം നട്ടു എന്നാണ് അതിനർത്ഥം. അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിൽ അവയെ അതിജീവിച്ചും അത് വളർന്നു പന്തലിക്കും, കായ്ക്കനികൾ നൽകും. അത് നമ്മുടെ അനുഭവമാണ്. ഇടതടവില്ലാത്ത സുഹൃതങ്ങളായി അത് സമൂഹത്തിനെന്ന പോലെ നമ്മിലേക്കും വന്നു ചേർന്നു കൊണ്ടേയിരിക്കും.